കർത്താവിന്റെ അടയാളം അന്യഭാഷാ ഭാഷണമാണെന്ന് കറുത്ത ഭയന്നിട്ട 66 പുസ്തകങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരൊറ്റ പെന്തക്കോസുകാരൻ തെളിയിച്ചാൽ ഞാൻ. But there is some kind of very spiritual importance in everything what we do. Amen. യേശു ക്രിസ്തുവിന്റെ ഭാവി, ഇങ്ങനെ ഭാവി കാലങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം വേദപുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ വീണ്ടും അഭിഷേകം പ്രാപിക്കണമെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി വീണ്ടും ആത്മാവിനെ പ്രാപിച്ച് അഭിഷേകം പ്രാപിക്കണമെന്ന് പറഞ്ഞാൽ ഈ പെന്തിക്കോസ്തുകാര് പരിശുദ്ധാത്മാവ് ശക്തിയാന്നാ പറയുന്നത്. ഒരു പ്രവചനം പോലും ഒന്നില്ല, ഒരു അന്യഭാഷ ഇന്നില്ല, ഒരു വീരപ്രവൃത്തി ഇന്നില്ല. ഈ ബൈബിൾ വായിക്കുക, ധ്യാനിക്കുക, അത് പ്രസംഗിക്കുക. ആളുകൾ മാനസാന്തരപ്പെട്ട് വരുന്നെങ്കിൽ വരട്ടെ. വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അന്യഭാഷ രണ്ടാണ്. സകല രോഗത്തിനുമുള്ള സിദ്ധൌഷധമാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. കാരണം നീ ദൈവത്തെ സ്തുതിച്ചാൽ സ്തുതിയുടെ സിംഹാസനത്തിലേക്ക് സാക്ഷാൽ പരമവൈദ്യന ഇറങ്ങി വരുന്നത്.